അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു അനുഭവം ഞാൻ ചെയ്തിട്ട് അത് റിസൾട്ട് കിട്ടിയതും കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, കുട്ടികൾക്ക് കണ്ണീർ തട്ടണത് എല്ലാ അമ്മമാർക്കും ഭയങ്കര പാനിക്കാവുന്ന ഒരു സംഭവമാണല്ലേ ഇത്. എസ്പെഷ്യലി ഒരു ഫസ്റ്റ് ഒരു മദറൊക്കെ ആകുമ്പോൾ ആദ്യമായിട്ടൊക്കെ ഒരു ഉമ്മ കാണുന്ന സമയത്ത് കുട്ടികൾ കരയലും അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ആയത്തിൽ കുറിച്ചും പലതും നമ്മൾ ഒതുക്കിയെടുക്കും. ചിലപ്പോൾ അതൊന്നും ചെയ്തിട്ടൊന്നും ചിലപ്പം ഫലം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കും അങ്ങനെയൊക്കെ. പക്ഷെ അതൊന്നും ചെയ്തിട്ട് ചില സമയത്ത് കുട്ടികൾ കരയലും ഇതൊന്നും മാറില്ല അല്ലേ. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ ഖുർആനിൽ തന്നെ ഉള്ള ഒരു ഖുർആനികമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത്. ഇത് സൂറത്തുൽ കലമിലെ അവസാനത്തെ 2 ആയത്താണ്. ഈ 2 ആയത്തുകൾ നമ്മൾ ഒരു കുട്ടീനെ കുളിപ്പിക്കാൻ പാകത്തിനുള്ള തുള്ളി വെള്ളമെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 21 തവണ നമ്മൾ ഈ 2 ആയത്തുകൾ ഓതുക. ആ ഓരോ തവണ ഓതുമ്പോഴും 21 തവണ ഓതുന്ന സമയത്ത് നമ്മൾ ഓരോ തവണ ഓതുമ്പോഴും അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓതുക. അങ്ങനെ 21 തവണ നമ്മളങ്ങനെ ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഓരോ തവണ ഓതുമ്പോഴും ചെയ്തിട്ട് കുട്ടികളെ കുളിപ്പിക്കുക. എത്ര വലിയ കണ്ണീറിട്ടി കുട്ടികളാണെങ്കിലും ഈ ഒരു കാര്യം ചെയ്താൽ ഉറപ്പായിട്ടും മാറും. എൻ്റെ അനുഭവമാണ്. ചില കുട്ടികൾ ഭക്ഷണം കഴിക്കൂല, അവർക്ക് വിശപ്പുണ്ടാവും, പക്ഷെ അവർ ഭക്ഷണം കഴിക്കാൻ അവർക്ക് തോന്നില്ല. അങ്ങനെ ഒരുപാട് ഇടങ്ങേറാവുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഒരു കാര്യം അറിഞ്ഞത്. ഞാൻ അങ്ങനെ ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അൽഹംദുലില്ലാ എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടി. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നിങ്ങൾക്കും ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഷെയർ ചെയ്തത് തന്നെ. ഇത് നമ്മൾ ഖുർആനിൽ തന്നെയുള്ള ആയത്തുകളാണല്ലേ. ഖുർആനിൽ തന്നെ പറയുന്നുണ്ടല്ലേ, നമ്മളെല്ലാത്തിനുള്ള പരിഹാരം ഖുർആനിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഖുർആനികമായിട്ട് ചിന്തിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.